എറണാകുളം കുമ്പളങ്ങിയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കുമ്പളങ്ങി പഞ്ചായത്തിന്റെ കീഴിലുള്ള കല്ലഞ്ചേരി ഫിഷ് പോണ്ടിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി ചേരുന്നു. ആൻമരിയ സണ്ണി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കല്ലഞ്ചേരി ഫിഷ് പോണ്ടിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമുങ്ങിയിരിക്കുന്നത്. 8 ഏക്കറോളം വരുന്ന മത്സ്യക്കെട്ടാണ് 3 വർഷത്തേക്കാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇവർ കരാർ ഏറ്റെടുത്ത് ലേലത്തിനെടുത്ത് നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഈ മത്സ്യത്തൊഴിലാളികൾ ഫിഷ് പോണ്ടിലെത്തിയപ്പോഴാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമുങ്ങി കിടക്കുന്നതായി കാണുന്നത്. അതിനകത്ത് കരിമീൻ, കാളാഞ്ചി, കൂരി, കണമ്പ് തുടങ്ങിയ ഏറ്റവും വിലയേറിയ മത്സ്യങ്ങളാണ് ചത്തുമുങ്ങി കിടക്കുന്നതും. ഈ അവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ മത്സ്യങ്ങൾ അവിടെ ചത്തുപൊങ്ങുന്നത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തിയതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇതിന്റെ വെള്ളം പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. ആ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുണ്ടായ കാരണം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ദിലീപ് കുമാർ, വളരെ ദാരുണമായ കാഴ്ചയാണ്. എറണാകുളം കുമ്പളങ്ങിയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരിക്കുന്നു. കല്ലഞ്ചേരി ഫിഷ് പോണ്ടിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.